വാർത്തകൾ വിശദമായി. മലയോരത്ത് തെങ്ങുകൾക്ക് കാറ്റുവീഴ്ച രോഗം പടരുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. രോഗം കണ്ടെത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫലപ്രദമായ പ്രതിരോധ നടപടികൾ കണ്ടെത്താൻ കഴിയാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി രോഗം സ്ഥിരീകരിച്ചത് തിരുവമ്പാടി ആനക്കാമ്പൊയിലാണ്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിൽ മേഖലയിൽ പടർന്നു പിടിക്കുന്ന കാറ്റുവീഴ്ച രോഗം തടയാൻ ഫലപ്രദമായ നടപടിയില്ലാത്തത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. രോഗം തടയാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ ഇതുവരെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ രോഗം പടർന്നു പിടിക്കുന്നത് കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ്. കേരളത്തിലെ തെക്കൻ ജില്ലയിൽ തെങ്ങുകൃഷിയെ സാരമായി ബാധിച്ച കാറ്റുവീഴ്ച രോഗം ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലും കനത്ത നാശത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ടെന്നും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് കവുങ്ങുകൾ നശിച്ചതോടെ കർഷകർ പിടിച്ചു നിന്നത് തെങ്ങുകൃഷിയിലായിരുന്നു. ഉയർന്ന പ്രദേശങ്ങളായതുകൊണ്ട് ഇവിടെ റബ്ബർ കൃഷി വിജയപ്രദമല്ല. ഈരാറ്റുപേട്ടയിലാണ് കാറ്റുവീഴ്ച രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. രോഗം കണ്ടെത്തി 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇതുവരെ രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനായിട്ടില്ല. തൃശൂർ ജില്ല വരെ രോഗം പടർന്നിരുന്നുവെങ്കിലും മലബാറിൽ ഇതുവരെ രോഗം കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ ആനക്കാമ്പൊയിലാണ് രോഗം കണ്ടെത്തിയത്. ആനക്കാമ്പൊയിലെ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കാറ്റുവീഴ്ച രോഗം കണ്ടെത്തിയ ഉടനെ തന്നെ തെങ്ങ് വെട്ടിമാറ്റിയതോടെ രോഗത്തിൻ്റെ വ്യാപനം ഈ പ്രദേശങ്ങളിൽ തടയാനായിട്ടുണ്ട്. കാറ്റുവീഴ്ച രോഗം ബാധിച്ച തെങ്ങുകൾ കാണാൻ കാർഷിക ശാസ്ത്രജ്ഞർ എത്തിയെങ്കിലും രോഗപ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ അവർക്കും കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ രോഗം ബാധിച്ച തെങ്ങുകൾ വെട്ടിമാറ്റാനും മറ്റുമായി സാമ്പത്തിക സഹായം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.